ലോകത്തെ എണ്ണവില നിയന്ത്രിക്കുന്ന വമ്പൻ കൂട്ടായ്മയാണ് ഒപെക്. പതിറ്റാണ്ടുകളായി ഈ കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമായിരുന്ന UAE ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊരു സാധാരണ തീരുമാനമല്ല. സൗദി അറേബ്യയായും പാകിസ്ഥാനുമായും UAE പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ തുടക്കമാണിത്. എന്തുകൊണ്ടാണ് സൗദിയും UAEയും തമ്മിൽ ഇത്രയും വലിയ വിള്ളലുണ്ടായത്? പെട്രോൾ വിലയിൽ ഇതിന്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഈ കടുത്ത തീരുമാനം? 1967 മുതൽ ഒപെക്കിന്റെ ഭാഗമായിരുന്ന UAE കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് തങ്ങൾ പുറത്തു വരുന്നതായി ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിനു പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. സാമ്പത്തിക നഷ്ടം. ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ UAEയുടെ വിമാനത്താവളങ്ങളും എണ്ണപ്പാടങ്ങളും തകർന്നിരുന്നു. ഈ നഷ്ടം നികത്താൻ എണ്ണ ഉൽപാദനം കൂട്ടണമെന്ന് UAE ആവശ്യപ്പെട്ടെങ്കിലും സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒപെക് അതിനെ തടഞ്ഞു. പാകിസ്ഥാൻ സഖ്യം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ കരാറാണ് UAE കൂടുതൽ ചൊടിപ്പിച്ചത്. ഇറാനെതിരെയുള്ള പോരാട്ടത്തിൽ സൗദി തങ്ങളെ സഹായിക്കുമെന്ന് കരുതിയ UAEക്ക് സൗദിയുടെ ഈ പുതിയ പാകിസ്ഥാൻ നയം വലിയൊരു ചതിയായിട്ടാണ് തോന്നിയത്. ഇറാൻ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ച മൃദു സമീപനം UAEക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സൗദി വലിയ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും UAEക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ സൗദിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചില്ല. ചുരുക്കത്തിൽ തങ്ങളുടെ വിശ്വാസ്യത സൗദി പാകിസ്ഥാന് നൽകിയെന്ന് UAE വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് ഈ തീരുമാനം വലിയൊരു സാധ്യതയാണ് തുറന്നു നൽകുന്നത്. UAEയുമായി ഇന്ത്യക്ക് നേരത്തെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. ഒപെക്കിന്റെ വിലങ്ങുതടികൾ ഇല്ലാത്തതുകൊണ്ട് UAEക്ക് തങ്ങളുടെ എണ്ണ ഏത് വിലയ്ക്ക് വേണമെങ്കിലും ഇന്ത്യക്ക് വിൽക്കാം. ഇന്ത്യക്ക് UAEയുമായി നേരിട്ട് ഇന്ധന കരാറുകളിൽ ഏർപ്പെടാം. ഇത് സൗദി പാകിസ്ഥാൻ സഖ്യത്തിന്റെ പിടിയിൽ നിന്ന് എണ്ണ വിപണിയെ മോചിപ്പിക്കാനും ഇന്ത്യക്ക് കൂടുതൽ മികച്ച വിലയിൽ ഇന്ധനം ലഭിക്കാനും സഹായിക്കും. UAE ഒപെക് വിട്ടതോടെ എണ്ണ വിപണിയിൽ കടുത്ത മത്സരം വരാൻ പോവുകയാണ്. ഉൽപാദനം കൂട്ടാൻ UAE ശ്രമിച്ചാൽ എണ്ണവില കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം വിതരണ ശൃംഖല തടസ്സപ്പെട്ടാൽ വില വീണ്ടും കുതിച്ചുയരാനും സാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ സൗദിയുടെ ആധിപത്യം ഇതോടെ അവസാനിച്ചു എന്ന് തന്നെ പറയണം. ഗൾഫ് രാഷ്ട്രീയം വലിയൊരു മാറ്റത്തിലേക്കാണ് നീങ്ങുന്നത്. സൗദിയുടെ പിന്തുണ പാകിസ്ഥാന് ലഭിക്കുമ്പോൾ അതിനു പകരമായി സൗദിയുമായുള്ള ബന്ധം തകർക്കാൻ പോലും UAE മടിക്കുന്നില്ല എന്നത് ഏഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായമാണ്. UAEയുടെ ഈ നീക്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്സ് വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.